നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 CISF-കാരെയും സസ്പെൻഡ് ചെയ്തു. കുറ്റം തെളിയുന്ന പക്ഷം ഇരുവർക്കുമെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും CISF പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. വാഹനത്തിന് സൈഡ് നൽകാത്തതിന്റെ തർക്കത്തിനെ തുടർന്നായിരുന്നു കൊലപാതകം. തുറവൂർ സ്വദേശി ജിജോയാണ് കൊല്ലപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന മുതിർന്ന CPM നേതാവ് G സുധാകരന്റെ പ്രസ്താവനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൊഴിയെടുത്തു. പുന്നപ്രയിലെ സുധാകരന്റെ വീട്ടിലെത്തിയാണ് അമ്പലപ്പുഴ തഹസിൽദാർ K അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുത്തത്. മൊഴിയെടുപ്പ് പൂർത്തിയായതായി തഹസിൽദാർ അറിയിച്ചു. വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ തിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു സുധാകരന്റെ പ്രസംഗം. ആലപ്പുഴയിൽ NGO യൂണിയൻ പൂർവ്വകാല നേതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് G സുധാകരന്റെ പരാമർശം. എന്നാൽ നടപടികളെ ഭയക്കുന്നില്ലെന്നും പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചെന്നും സുധാകരൻ പ്രതികരിച്ചു. മൊഴി നൽകിയിട്ടുണ്ട്, കൊലക്കുറ്റം ചെയ്തിട്ടില്ലല്ലോ. വിവാദ പരാമർശത്തിൽ മുമ്പും കേസെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മുതിർന്ന അഭിഭാഷകൻ ബേലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തനിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ നൽകിയത്. താൻ ബോധപൂർവ്വം സ്ത്രീത്വത്തെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടില്ലെന്നാണ് ബേലിൻ ദാസിന്റെ വാദം. അതേസമയം സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അഭിഭാഷകരെ പിടികൂടാൻ വൈകുന്നതിൽ ശ്യാമിലിയുടെ കുടുംബത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. 900 കണ്ടിയിൽ ടെന്റ് തകർന്ന യുവതി മരിച്ച സംഭവത്തിൽ അപകടം നടന്ന റിസോർട്ട് അടച്ചുപൂട്ടാൻ പോലീസ് ഉത്തരവിട്ടു. 900 കണ്ടിയിലെ 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടാണ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്. അതേസമയം റിസോർട്ട് പ്രവർത്തിച്ചിരുന്നത് അനുമതിയില്ലാതെയാണെന്ന് മേപ്പാടി പഞ്ചായത്തും അറിയിച്ചു. 2 വർഷം മുൻപ് റിസോർട്ടിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചതാണെന്നും ഇതിനുശേഷം ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ലെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ദീർഘദൂര ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും ബസ് പെർമിറ്റ് യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തുർക്കി സർവകലാശാലയുമായുള്ള കരാർ റദ്ദാക്കി JNU. ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതിന് പിന്നാലെയാണ് തുർക്കിയിലെ ഇനോനു സർവകലാശാലയുമായുള്ള കരാർ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി റദ്ദാക്കിയത്. ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ് കരാർ റദ്ദാക്കിയത്. ന്യായസംവാദ പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുമായി സംവദിക്കാനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞ ബീഹാർ പോലീസ്. അതേസമയം രാഹുലിനെ തടയാൻ ശ്രമിച്ചെങ്കിലും ഇദ്ദേഹം ദർഭംഗയിലെ വേദിയിലേക്ക് എത്തി. രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വിദ്യാർത്ഥികളുമായുള്ള സംവാദം. അതേസമയം സെക്ഷൻ 163 ലംഘിച്ചുവെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദർഭംഗം ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിയിൽ വനിതാ പ്രാതിനിധ്യം. ചെന്നൈയിൽ നടന്ന ദേശീയ കൌൺസിൽ യോഗത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി വനിതകളെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ കേരളത്തിൽ നിന്ന് ജയന്തി രാജനും തമിഴ്നാട്ടിൽ നിന്ന് ഫാത്തിമ മുസഫറയും ഉൾപ്പെടുത്തി. ചെന്നൈയിലെ പൂനമല്ലി ഹൈറോഡിലെ അബു പാലസ് ഓഡിറ്റോറിയത്തിലായിരുന്നു യോഗം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 500-ലധികം പ്രതിനിധികൾ ദേശീയ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തു.